ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പപ്പായ ഉലർത്തിയതാണ്. അതിനായിട്ട് ഒരു ഓമയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം സവാളയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല എരിവുള്ള മുളകും സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സവാളയാണ്. അത് ഒരെണ്ണം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എരിവുള്ള നല്ല മുളക്, അതൊരു നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞാവയാണ് കയ്യിലെടുത്തിടുന്നത് അതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഒരു 4-5 മുളക് നല്ല എരിവുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ, ചതച്ചെടുക്കുക. ഓക്കെ, കണ്ടില്ലേ, നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എണ്ണയിലൊന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. മൂപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ അങ്ങോട്ട് ഇട്ടോടെ കൊണ്ട് വളർത്തിയെടുക്കുക. എത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഇനി ചിലപ്പോൾ കളർ വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്നതാണ്. കളർ വേണമെന്നുണ്ട് എങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതായത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിൽ നമുക്ക് പപ്പായ വളർത്തിയത് റെഡിയാക്കാം. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതുവരെ പപ്പായ ഇങ്ങനെ ചെയ്തിട്ടില്ല, നമ്മുടെ ഓമയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കിക്കോളൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കും. തോരൻ വെച്ച് അല്ലെങ്കിൽ മപ്പാസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മടുക്കുന്ന സമയത്ത് എപ്പോഴും എന്തൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അല്പം കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം ഈസി, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ പപ്പായ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പപ്പായ ആണെന്ന് പറയത്ത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ആരും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പപ്പായ മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാം, പക്ഷേ നമ്മൾ ഈ ചതച്ച് ചേർക്കുന്നപ്പോൾ മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റുകയില്ല, ഇത് ഉലർത്തിയതെന്നാണ് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമ്മളുടെ ഈ എന്താ പറയുക, ലോക്കിയൊക്കെ ഇല്ലേ, ലോക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ്, ലോക്കിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ വരും. നമ്മൾ ചുരക്കയില്ലേ, അതാണ് ലോക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.